ഹായ് ഓൾ, ഫ്ലൂയിഡ് മെക്കാനിസം ലെക്ചർ 2ൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റിനെ കുറിച്ചാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ മറ്റൊരു പേരാണ് പാസ്കൽ. അതിനി വേറൊരു യൂണിറ്റും ഉണ്ട്, ബാർ. സോ ഇനി അത് തമ്മിലുള്ള റിലേഷൻ നോക്കാം. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. ഇനി നമുക്ക് കുറച്ച് ലോ നോക്കാം. ആദ്യത്തെ ലോയാണ് പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് അറ്റ് എനി പോയിൻ്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് ഇപ്പോൾ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എടുക്കുകയാണ്, അതിലൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ബീക്കർ എടുക്കുകയാണ്. ഈ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ എക്സ് ആക്സിസിലും ഇസഡ് ആക്സിസിലും വൈ ആക്സിസിലും അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് പി എക്സ് ഈക്വൽ ടു പി വൈ ഈക്വൽ ടു പി ഇസഡ് ആയിരിക്കും. പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഹൈഡ്രോളിക് ജാക്ക് ഓർ പ്രസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോയുടെ ബേസിസിലാണ് ഹൈഡ്രോളിക് ജാക്ക് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹൈഡ്രോളിക് ജാക്ക് ആണ് കാണിക്കുന്നത്. ഇതൊരു പ്ലഞ്ചറാണ്, അതായത് ഇതൊരു പ്ലഞ്ചറാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. ഇവിടെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, ക്യാപിറ്റൽ എഫ്. ഇതെന്ന് പറയുന്നത് ജാക്കാണ്. ജാക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ. ഇവിടെയാണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എന്ന് പറയുന്ന വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദ പാസ്കൽസ് ലോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ബൈ എ ഈക്വൽ ടു ഡബ്ല്യു ബൈ എ ആണ്. അതെങ്ങനെയാണ്? പാസ്കൽസ് ലോ എന്താ പറയുന്നത്? എല്ലാ ഡയറക്ഷനിലും അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് എഫ് ബൈ എ ഈക്വൽ ടു ഡബ്ല്യു ബൈ എ എന്ന ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ജാക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഹൈഡ്രോസ്റ്റാറ്റിക് ലോയിലേക്ക് പോകാം. സെക്കൻഡ് ലോ ആണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത്? ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻ ദ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദാറ്റ് പോയിൻറ്റ്. അതായത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദാറ്റ് പോയിൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്കൊരു ഡെറിവേഷൻ നോക്കാം. ഡി പി ബൈ ഡി എച്ച് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡബ്ല്യു. നമുക്ക് സ്പെസിഫിക് വെയിറ്റിൽ ലെക്ചർ 1 പഠിച്ചതാണ് സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു റോ ജി ആണെന്ന്. സോ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി പി ബൈ ഡി എച്ച് ഈസ് ഈക്വൽ ടു റോ ജി. ഡി പി ഈക്വൽ ടു റോ ജി ഇൻറ്റു ഡി എച്ച്. ഇൻ്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. അങ്ങനെ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ലോയുടെ ഇക്വേഷനാണ് പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്, where h is always the distance that is measured from the free surface. അതായത് നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, h എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ സർഫസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് h എന്ന് പറയുന്നത്. ഈക്വൽ ടു റോ ജി എച്ച് നമ്മൾ നോക്കി. ഇനി ഹെച്ചിനൊരു ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? പി ബൈ റോ ജി ആണ് ഹെച്ചിൻ്റെ ഇക്വേഷൻ. where h is known as പ്രഷർ ഹെഡ് ആണ്. ഇപ്പോൾ പ്രഷർ ഹെഡ് ഒരു ഫ്ലൂയിഡിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? പ്രഷർ ഹെഡ് മൾട്ടിപ്ലൈഡ് ബൈ റോ ജി ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ഒരു ഫ്രീ സർഫസിൽ നിന്നും താഴോട്ട് വരാൻ നേരത്ത് അതിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി വേരിയേഷൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നോക്കാം. പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. റോയും ജിയും എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് എന്തായാലും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല. ആകെ ഇനി ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് എച്ച് ആണ്. അപ്പോൾ എച്ച് ആണ് അവിടെ ഒരു വേരിയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എച്ചിനെയാണ്. ഇനി അതിൻ്റെ ഷേപ്പ്, അതായത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വേരിയേഷൻ ഡയഗ്രാമിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അതിവിടെ കാണിക്കുന്നുണ്ട്. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നോക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻറ്റൻസിറ്റി ദ ഫ്രീ സർഫസ് എന്ന് പറയുന്നത് 0 ആണ്. എങ്ങനെ കിട്ടി? എച്ച് എന്ന് പറയുന്ന അവിടെ 0 ആണ്. എങ്കിൽ ഞാൻ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അവിടെ ഹെച്ചിൻ്റെ വാല്യൂ ഹെച്ച് ആണ്, അവിടുത്തെ ഡെപ്ത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. അങ്ങനെ ഈ രണ്ട് പോയിൻറ്റിനെയും ഞാൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലീനിയർ ആയിട്ടാണ് ഞാൻ വരയ്ക്കുക. കാരണം ഇത് പിയുടെയും ഹെച്ചിൻ്റെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലീനിയർ റിലേഷൻഷിപ്പാണ്. ഹെച്ചിൻ്റെ പവർ 1 അല്ലേ. അങ്ങനെയാണ് നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുന്നത്.
ഇനി ഇനി ഇവിടുത്തെ പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദ ഫ്രീ സർഫസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദ ഫ്രീ സർഫസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് 0 എന്ന് വിചാരിക്കും. പക്ഷേ അത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് 0. പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദ ഫ്രീ സർഫസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. സോ അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇതാ നോക്കൂ, പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദ ഫ്രീ സർഫസ് എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അറ്റ് ദ ഫ്രീ സർഫസ് എന്ന് പറയുന്നത് 0 ഇനി നമുക്ക് ഒരു പ്രഷറും കൂടെ പഠിക്കാനുണ്ട്. അതാണ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ρGH ആണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യാണ്. ഈ ഒരു പോയിൻറ്റിൻ്റെ പ്രഷർ, അതായത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ρGHഉം അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ρGH പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്തതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പ്രഷറാണ്. ടൈപ്സ് ഓഫ് പ്രഷർ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്രഷർ നോക്കാം. നമുക്ക് ടൈപ്സ് ഓഫ് പ്രഷർ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് 2 സിസ്റ്റത്തിൻ്റെ ബേസിസിലായിരിക്കും. ആ 2 സിസ്റ്റവും നമുക്ക് കിട്ടുന്നത് ഏതാണ് നമ്മൾ എടുക്കുന്ന റെഫറൻസ്, അതിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് 2 സിസ്റ്റവും നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ ആ 2 സിസ്റ്റത്തിൻ്റെ ബേസിസിൽ നമുക്ക് ഒരൊറ്റ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്ന അബ്സല്യൂട്ട് 0 പ്രഷറും y ആക്സിസ് എന്ന് പറയുന്നത് പ്രഷറുമാണ്. ഇവിടെ ഈ ഒരു ലൈൻ കാണിച്ചിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ആദ്യം ഞാൻ അബ്സല്യൂട്ട് 0 പ്രഷറാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അബ്സല്യൂട്ട് 0 പ്രഷറിൻ്റെ മേളിലേക്ക് മെഷർ ചെയ്യുന്ന ഏതൊരു വാല്യൂവിനെയും പറയുന്നത് പി അബ്സല്യൂട്ട് ആണ്. അപ്പോൾ ഞാനിവിടെ 2 പോയിൻ്റ് കൺസിഡർ ചെയ്യാണ്. ഒരെണ്ണം എയും അടുത്തൊരു പോയിൻ്റ് ബിയും. അപ്പോൾ എയുടെ അബ്സല്യൂട്ട് പ്രഷർ ഏതാണ്? ഈ അബ്സല്യൂട്ട് 0 പ്രഷറിൽ നിന്ന് എയിലേക്ക് മാർക്ക് ചെയ്യുന്ന ഈ ഒരു ലൈനാണ് അബ്സല്യൂട്ട് പ്രഷർ ഓഫ് എ. എന്നാൽ അബ്സല്യൂട്ട് പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത് ഏതാണ്? ഈ അബ്സല്യൂട്ട് 0 പ്രഷറിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഈ ഒരു ലൈനാണ് അബ്സല്യൂട്ട് പ്രഷർ ഓഫ് ബി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? അബ്സല്യൂട്ട് 0 പ്രഷറിന് എബോവ് ആയിട്ട് മെഷർ ചെയ്യുന്ന ഏതൊരു വാല്യൂവിനെയും നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. ഇനി ഞാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. എന്നാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ എബോവ് മെഷർ ചെയ്യുന്നത് പി ഗേജ് പ്രഷർ എന്നും ബിലോ മെഷർ ചെയ്യുന്നതിനെ പി വാക്വം എന്നും പറയും. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ എബോവ് മെഷർ ചെയ്യുന്നത് പി ഗേജ് പ്രഷർ എന്നും ബിലോ മെഷർ ചെയ്യുന്നത് വാക്വം പ്രഷർ എന്നും പറയും. അപ്പോൾ എ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ എബോവ് ആണ്. സോ അവിടെയുള്ളത് ഗേജ് പ്രഷറും ബി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ താഴെയാണ്. അവിടെയുള്ളത് വാക്വം പ്രഷറുമാണ്. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൽ സാധാരണ നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത് മെഷർ ചെയ്ത് കിട്ടുന്നത് ഗേജ് പ്രഷറാണ്. ഗേജ് അതിവിടെ പറയുന്നുണ്ട്. പ്രഷർ ഗിവൺ ബൈ ദ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷറാണ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് വഴി മെഷർ ചെയ്ത് കിട്ടുന്നത്. അതുപോലെ ഗേജ് പ്രഷറിൻ്റെ മറ്റൊരു പേരാണ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും. നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് വാക്വം പ്രഷറാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് സക്ഷൻ. ഇവിടെ പറയുന്നുണ്ട് സക്ഷൻ പ്രഷറാണ്. ഇനി നമുക്ക് ഇതിലെ കുറച്ച് റിലേഷൻസ് നോക്കാം. അത് ഈ ഗ്രാഫ് വഴി തന്നെ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്ന റിലേഷൻ എന്ന് പറയുന്ന അബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ, ഇത് തമ്മിലുള്ള റിലേഷനാണ്. അത് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പി അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ അല്ലേ. അപ്പോൾ പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പി അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. അതായത് ഇതുവരെ ഉള്ളതെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, മുകളിലോട്ട് ഗേജ് പ്രഷർ. അപ്പോൾ പി അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷറാണ്. ഇനി അടുത്ത റിലേഷനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് പ്രഷറും വാക്വം പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷനാണ്. അത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കൂ, പി അബ്സല്യൂട്ട് പ്രഷർ പ്ലസ് പി വാക്വം പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെ നമ്മൾ 2 റിലേഷൻ നോക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. പി അബ്സല്യൂട്ട് എന്ന് പറയുന്നത് പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് പി ഗേജ് പ്രഷറും, അതുപോലെ തന്നെ പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് പി വാക്വം പ്ലസ് പി അബ്സല്യൂട്ട് പ്രഷറും. അത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് മെയിൻ സീ ലെവൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നോക്കാം.
പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 bar ആണ്. അതുപോലെ തന്നെ 101.3 kN/m²ഉം നമുക്ക് പി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ പഠിച്ചതാണ് പ്രഷർ ഹെഡിൻ്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി അറ്റ്മോസ്ഫിയറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഫ്ലൂയിഡ് മെക്കാനിസത്തിൽ ലിക്വിഡിൻ്റെ കേസിൽ 2 ലിക്വിഡാണ് ജനറലി യൂസ് ചെയ്യുന്നത്. ഒന്ന് മെർക്കുറിയും ഒന്ന് വാട്ടറും. അപ്പോൾ നമുക്ക് ഈ 2 അതായത് മെർക്കുറിയുടെയും വാട്ടറിൻ്റെയും ഹെഡിൻ്റെ ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ ടേംസ് ഓഫ് മെർക്കുറി ഹെഡും അതുപോലെ തന്നെ വാട്ടർ ഹെഡിൻ്റെയും ടേംസിൽ നമുക്ക് പി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ ടേംസ് ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 760 mm ഓഫ് മെർക്കുറിയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ ടേംസ് ഓഫ് വാട്ടർ ഹെഡ് എന്ന് പറയുന്നത് 10.33 മീറ്റർ ഓഫ് വാട്ടറുമാണ്. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രഷർ നോക്കാം. ബാരോമീറ്റർ, മാനോമീറ്റർ ആൻഡ് മെക്കാനിക്കൽ ഗേജസ് ആണ് സാധാരണ യൂസ് ചെയ്യുന്ന പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. ബാരോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. മാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാനോമീറ്റർ ആണ്. ഇനി ഗ്യാസസിൻ്റെ കേസിൽ പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മെക്കാനിക്കൽ ഗേജസ്. നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട്, മാനോമീറ്ററിൽ നമ്മൾ എന്തുകൊണ്ടാണ് മെർക്കുറി യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? അതായത് വേറൊരു ഫ്ലൂയിഡും നമ്മൾ മെഷർ ചെയ്യാൻ, അതായത് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ മാനോമീറ്ററിലൊന്നും യൂസ് ചെയ്യാറില്ല, മെർക്കുറി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കും? അത് നമുക്കിനി നോക്കാം. ഹൈ ഡെൻസിറ്റിയാണ് അതിന്, അതുപോലെ തന്നെ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, ബെറ്റർ കൊഹഷൻ, ഷാർപ്പ് മെനിസ്കസ്. ഈ എല്ലാ റീസൺ കാരണമാണ് നമ്മൾ മെർക്കുറിയെ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. അതായത് അതിന് ഡെൻസിറ്റി ഭയങ്കര ഹൈ ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ് ബാക്കിയുള്ള ഫ്ലൂയിഡിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ കൊഹഷൻ നമ്മൾ പഠിച്ചതാണ് ലെക്ചർ 1-ൽ, കൊഹഷൻ ഏറ്റവും കൂടുതൽ മെർക്കുറിക്ക് ഉണ്ടെന്ന്. അത് എവിടെയാണ് നമ്മൾ പഠിച്ചത്? കൊഹഷൻ കൂടുതലാണെന്ന് നമ്മൾ കാപ്പിലറി റൈസ് ആൻഡ് ഫോളിൽ, അതായത് കാപ്പിലറി ഫോളല്ലേ മെർക്കുറി കാരണം ഉണ്ടാകുന്നത്, അവിടെ നമ്മൾ പറഞ്ഞതാണ് കൊഹഷനാണ് മെർക്കുറിയുടെ കേസിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന്. അതുപോലെ തന്നെ അതിനൊരു ഷാർപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മെനിസ്കസ്, അതിന് ഷാർപ്പ് മെനിസ്കസ് ആണ്. ബാക്കിയുള്ള ഫ്ലൂയിഡിൽ നിന്നും ആ ഒരു മെനിസ്കസ് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ എല്ലാ ഒരു റീസൺ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എല്ലാ റീസൺ കാരണമാണ് മെർക്കുറിയെ നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അടുത്ത് നമുക്ക് മാനോമീറ്റർ നോക്കാം. മാനോമീറ്ററിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിമ്പിൾ മാനോമീറ്റർ എന്നും ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നും. ഈ സിമ്പിൾ മാനോമീറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പീസോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആൻഡ് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ. ആദ്യം നമുക്ക് സിമ്പിൾ മാനോമീറ്ററിലെ പീസോമീറ്ററിനെ കുറിച്ച് നോക്കാം. ഇതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. PA നമുക്ക്, അതായത് ഇവിടുത്തെ ഈ ഒരു പോയിൻറ്റിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ യൂസ് ചെയ്യാം. PA = ρgh. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇത് കിട്ടുന്നത് കൊണ്ട് എന്ത് പറയാം, ഇതൊരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്ററാണ്. മാനോമീറ്ററിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ് ഈ പീസോമീറ്റർ. അതുകൊണ്ട് ഹൈ പ്രഷറൊന്നും ഇവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാനോട്ട് മെഷർ ഹൈ പ്രഷർ. അതുപോലെ തന്നെ ഇതൊന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ നോക്കിയാലറിയാം, ഇവിടെ ഏത് ഫ്ലൂയിഡാണോ ഉള്ളത് ആ ഫ്ലൂയിഡ് തന്നെയാണ് ഇത് മുഴുവനും ഫിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേകിച്ചൊരു മാനോമെട്രിക് ഫ്ലൂയിഡ് നമ്മൾ ഈ പീസോമീറ്ററിൽ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ സിമ്പിൾ മാനോമീറ്ററിൽ തന്നെ യൂട്യൂബ് മാനോമീറ്ററാണ് പറയാൻ പോകുന്നത്. ഇവിടെ അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഓയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് എന്ന് ഇത് റെഫറൻസ് ലൈനാണ്. ഈ ഒരു ഹൈറ്റ് H1 വരെ ഓയിലാണ്. ഇതിന് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് മെർക്കുറിയാണ്. അതിന് ഈ ഒരു റെഫറൻസിൻ്റെ മുകളിൽ H2 മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റിലേഷൻ പി ലെഫ്റ്റ് ഈസ് ഇക്വൽ ടു പി റൈറ്റ് ആണ്. ലെഫ്റ്റിലെ പ്രഷറും റൈറ്റിലെ പ്രഷറും സെയിം ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് പ്രഷർ ഓഫ് എ കണ്ടുപിടിക്കാൻ പറ്റും. പി ലെഫ്റ്റിൽ നമ്മൾ എന്താ കാണുന്നത്? പി ലെഫ്റ്റിൽ നമ്മൾ കാണുന്നത് റോ ഓഫ് മെർക്കുറി, മെർക്കുറിയുടെ റോ ഇൻറ്റു ജി ഇൻറ്റു H2. റൈറ്റിലാണെങ്കിലോ റോ ഓഫ് ഓയിൽ GH1 പ്ലസ് PA. അങ്ങനെ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് PA നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ ഇക്വേഷനൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രഷർ ഓഫ് എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ യൂട്യൂബിനെ വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ യൂട്യൂബ് മാനോമീറ്റർ നമുക്ക് വരും. അതായത് ഇവിടെ കാണാം പി റൈറ്റിലാണ് നമ്മുടെ മെർക്കുറിയും അതുപോലെ തന്നെ ഓയിലും ഉള്ളത്. ഈ H1ഉം അതായത് H1ഉം H2ഉം റൈറ്റിൽ തന്നെയാണ്. അപ്പോൾ പി റൈറ്റ് ഈക്വൽ ടു എന്ന് പറയുന്നത് റോ ഓഫ് മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു H1 പ്ലസ് റോ ഓഫ് ഓയിൽ ജി ഇൻറ്റു H2 പ്ലസ് PA ആണ്. എന്നാൽ ലെഫ്റ്റിൽ എന്താണ്? ഒന്നുമില്ല, 0 ആണ്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പോലെ PA കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് യൂട്യൂബ് മാനോമീറ്ററിൽ നിന്ന് നമുക്ക് വാക്വം അതുപോലെ തന്നെ ഗേജ് പ്രഷറും ഗേജ് പ്രഷറും നമുക്ക് യൂട്യൂബ് മാനോമീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. യൂട്യൂബ് മാനോമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ വാക്വം ആൻഡ് ഗേജ് പ്രഷർ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ കോളം മാനോമീറ്റർ ആണ്. ഇതിനെ മൈക്രോ മാനോമീറ്റർ എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മൈക്രോ മാനോമീറ്റർ. ഇവിടെ നമ്മളൊരു റിസർവോയർ കാണുകയാണ്. ഇതാണ് റിസർവോയർ. അതിൻ്റെ ഏരിയ ക്യാപിറ്റൽ എയും ഈ ഒരു ട്യൂബിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ എയും ആണ് എങ്കിൽ ആ രണ്ട് എയുടെ റിലേഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എയുടെ 100 ടൈംസ് ആയിരിക്കും ക്യാപിറ്റൽ ലെറ്റർ എ. അതായത് റിസർവോയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 100 ടൈംസ് ഓഫ് ട്യൂബിൻ്റെ ഏരിയ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലോ പ്രഷർ ഹൈ ആക്യുറസിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സിംഗിൾ കോളം മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി ഹാവ് ടു മെഷർ ലോ പ്രഷർ അറ്റ് എ ഹൈ ആക്യുറസി. ഇനി ഇതെന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ഫോം ഓഫ് യൂട്യൂബ് മാനോമീറ്റർ ആണ്. അതായത് നമ്മൾ നേരത്തെ യൂട്യൂബ് മാനോമീറ്റർ പഠിച്ചു, അതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് നമ്മുടെ ഈ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതാണ് ഒരു റിസർവോയർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലാസിഫൈ ചെയ്യുന്നത്, അതായത് ഈ ഒരു സിംഗിൾ കോളം മാനോമീറ്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ എന്നും ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ ആണ് മോർ സെൻസിറ്റീവ്. അതായത് ഇൻക്ലൈൻഡ് മാനോമീറ്റർ ആർ മോർ സെൻസിറ്റീവ് ദാൻ വെർട്ടിക്കൽ മാനോമീറ്റർ. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഓഫ് മാനോമീറ്റർ കണ്ടുപിടിക്കുന്നത്, അതായത് ഈ ഇൻക്ലൈൻഡിൻ്റെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ് 1/sin θ, വേർ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ മെയ്ഡ് ബൈ ദ ഇൻക്ലൈൻഡ് ലിംബ് വിത്ത് ദ ഹൊറിസോണ്ടലുമായിട്ട് ആ ഇൻക്ലൈൻഡ് ലിംബ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഇൻക്ലൈൻഡ് ലിംബെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ, ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളാണ് തീറ്റ. നെക്സ്റ്റ് നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്റർ നോക്കാം. ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഫസ്റ്റ് വൺ ആണ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പി റൈറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് റോ എ ജി ഇൻറ്റു H1 ആണ്. പി ലെഫ്റ്റ് എന്ന് പറയുന്നത് പി ബി പ്ലസ് റോ ബി GH3 പ്ലസ് റോ മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു H2. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പി എയുടെയോ പി ബിയുടെയോ നമുക്ക് പ്രഷർ കിട്ടും. ഇനി നമ്മൾ ഇൻവേർട്ടഡ് മാനോമീറ്റർ ആണ് നോക്കുന്നത്. ഇതൊരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതായത് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന മെർക്കുറി അല്ല. അതായത് ലൈറ്റർ ലിക്വിഡ് ഈസ് യൂസ്ഡ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റർ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. ലെസ്സർ സ്പെസിഫിക് ഗ്രാവിറ്റി മാനോമെട്രിക് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ദാൻ ദ ഫ്ലൂയിഡ് ടു ബി കാൽക്കുലേറ്റഡ്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൂയിഡിനെ കാട്ടിയും ലെസ്സർ ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, നമുക്കിനി മെക്കാനിക്കൽ ഗേജസ് ഓർ പ്രഷർ ഗേജസ് നോക്കാം. ദ ഫ്ലൂയിഡ് കോളം ഈസ് ബാലൻസ്ഡ് ബൈ എ സ്പ്രിങ് ഓർ എ ഡെഡ് വെയ്റ്റ് അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ആയിരിക്കും ഈ ഒരു ഫ്ലൂയിഡ് കോളം ബാലൻസ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ടൈപ്സ് ആണ്: ബോട്ടം ട്യൂബ് പ്രഷർ ഗേജ്, ബിലോ ട്യൂബ് പ്രഷർ ഗേജ്, ഡയഫ്രം പ്രഷർ ഗേജ് ആൻഡ് ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.